ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഗുരുവായൂർ ആനക്കോട്ടയിൽ പോയിട്ടുണ്ടായിരുന്നേ, ഇൻവിറ്റേഷൻ്റെ ഭാഗമായിട്ടും പിന്നെ ഇതുവരെ ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പോയതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇങ്ങോട്ട് നടക്കുക. പിന്നെ ചുറ്റും നമ്മുടെ ആ ഒരു ഇല്ലം മനയാണ് അത്ര, അതിൻ്റെ ചുറ്റും നടന്നിട്ടാണ് നമ്മൾ ഇപ്പുറത്തേക്ക് വരിക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് അവിടെ ഒരു വലിയ കുളമാണ്. അവിടെയാണ് ഇത്ര ആനകളെ കുളിപ്പിക്കുക. ആഴ്ചയിൽ ഒരു തവണ അതിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ മോട്ടർ അടിച്ചിട്ട് ഓസ് വെച്ചിട്ടാണ് ഇത്ര കുളിപ്പിക്കുക. അങ്ങനെ അതൊക്കെ കണ്ട് നടന്ന് വരുന്നവരെല്ലാം അവരുടെ ഓഫീസ് കണ്ടു. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവിടെ ടൂറിസ്റ്റുകൾ വന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള റൂമും കാര്യങ്ങളും ഒക്കെ കണ്ടു. അങ്ങനെ നടന്ന് വരുന്ന വഴിയിൽ ഓരോരുത്തർക്കും ഓരോ സെക്ഷനായിട്ട് ആനകൾ നിൽക്കുന്നത് കണ്ട് ഓരോരുത്തർക്കും ഓരോ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കുറച്ചും കൂടെ ദൂരെ നിൽക്കുന്നത് കാരണം അവിടെ കയറ് കെട്ടിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഓരോ ഭാഗങ്ങളിലും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ വരാനായപ്പോഴേക്കിനും സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളുമായിട്ട് ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ തലയൊക്കെ ഇങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓരോരുത്തർ. അവരുമായിട്ട് നമുക്ക് അങ്ങനെ ദൂരെ നിന്നിങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അവർ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് നല്ല ശീലമായിട്ടുണ്ടാവുമല്ലോ ആളുകളെ കണ്ടിട്ട്. പട്ടകളൊക്കെ തിന്നുന്നുണ്ട്. അതേപോലെ അവിടെ പഴം അർപ്പാനയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റാളിങ്ങനെ പഴത്തിമലേക്ക് നോക്കി നിൽക്കുകയാണ്. ഓരോരുത്തർക്കും അവരുടെ പാപ്പാന്മാർ അവർക്ക് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കും. ഉച്ച സമയത്തായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ചില ആനകൾക്ക് ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ആന ഉണ്ടല്ലോ, ആൾക്ക് ഒരു കൊമ്പേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഉള്ള കൊമ്പ് കാണിച്ചിട്ട് മറ്റേ ഭാഗം കൊമ്പില്ലാത്ത ഭാഗം ആളപ്പുറത്തേക്ക് മറച്ച് പിടിച്ച് നിൽക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. പിന്നെ ഈ നിൽക്കുന്ന കുള്ളനുണ്ടല്ലോ, ചെറിയൊരു കുഞ്ഞനാണിത്. ഇയാളുടെ പേര് ബൽറാം എന്നാണ്. പിന്നെ അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആളുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ അവിടെ 80ഓളം ആനകൾ ഉണ്ടായിരുന്നു മുന്നേന്നും. ഇപ്പം 35ഓളം ആനകളെ ഉള്ളൂ. അതിൽ തന്നെ പ്രോഗ്രാംസിനൊക്കെ പോയേക്കാണ് ഇപ്പോൾ പൂരങ്ങളൊക്കെ നടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഒരു ഫ്രഷൊക്കെ എടുത്ത് ഞാൻ അവിടെ ഇങ്ങനെ കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ വേറൊരു ചേട്ടൻ വന്നു. അദ്ദേഹം കുറേ നേരം സംസാരിച്ചു. വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. കുറേ തമാശകളൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ. ഇനി ഈ സംസാരിക്കുന്ന ആളുണ്ടല്ലോ, ആളുടെ പേര് ബൽറാം എന്നാണ്. അദ്ദേഹം കണ്ടില്ലേ, ഒരു കുഞ്ഞനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ആൾ സംസാരിക്കുന്നതൊക്കെ കോപ്പറേറ്റ് ചെയ്യുന്ന പോലെ തോന്നി. ആളുടെ അപ്പുറത്ത് തോട്ടി വെച്ചിട്ടാണ് ആളുടെ പാപ്പാന് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ആളോട് തല ഒന്ന് കുലുക്കുമെന്ന് വെച്ച്, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചാരി നിന്നിട്ട് തുമ്പിക്കൈ കൊണ്ട് എന്നെ ഇങ്ങനെ കാണിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അത് വീണ് പോവില്ലേ, വീണ് പോയാൽ നിനക്ക് അടി കിട്ടില്ലേ, ശരിക്കും നിന്നോട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഇങ്ങോട്ട് വിളിച്ചു കൊടുത്തൊക്കെ വരണം എന്നുണ്ട്, പക്ഷെ ആ തോട്ടി വീണ് പോവോ എന്നുള്ള പേടിയുണ്ട്. നല്ലൊരു കുസൃതിയാണ് കേട്ടോ. അവിടെ ഞാൻ ചെന്ന പാടെ കണ്ടത് മണ്ണൊക്കെ വാരിയിട്ട് ആളുടെ മേലേക്ക് ഇങ്ങനെ ഇടുകയാണ് കുറുമ്പ് പിടിച്ചിട്ട്. പിന്നെ ആളുടെ പാപ്പ വന്നിട്ട് കുളിപ്പിച്ചു. തൊട്ടപ്പുറത്താണ് ഈ ഒരു ആന നിൽക്കുന്നത്. ഇയാൾക്ക് മറ്റേ ആൾക്ക് ഞാൻ ബൽറാമിന് കൊണ്ടുവന്നിട്ട പട്ട ഈ ആൾക്ക് എടുത്ത് കൊടുത്തതിന് ബൽറാമിൻ്റെ പാപ്പാന് ഇദ്ദേഹത്തെ ചീത്ത പറയണം. അപ്പോഴാണ് നല്ലൊരു അടിപൊളി എടുപ്പുള്ള ഒരാൾ വരണേ. ദൂരന്നേ നല്ല അടിപൊളിയായിട്ട് എന്താ ഒരു മൊഞ്ചാണ് നടന്നു വരണേ കാണുമ്പോൾ. നമ്മൾ ഉദ്ദേശിച്ച കേസരി എന്നൊക്കെ പറയില്ലേ. പിന്നെ ഇതുണ്ടല്ലോ, ഈ ആൾ എല്ലാവർക്കും പട്ട കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കഴിക്കാനുള്ള പട്ട കൊണ്ടുപോയിട്ട് ഓരോരുത്തർക്കും കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് തിരിച്ചു വരികയാണ്. നേരത്തെ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു ആന, നല്ല തലയെടുപ്പോട് കൂടിയിട്ട്. ഞാനൊന്ന് പോയി തൊട്ടതാണ്. എൻ്റെ ചെറുപ്പകാലത്തെങ്ങാണ്ട്, ഞാൻ 2ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് ആനനെ തൊട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് എനിക്ക് ആനേനെ കാണുന്ന സമയത്ത് ഭയങ്കര പേടി ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരാറുണ്ട്. നമ്മളുടെ നിർഭാഗ്യവശാൽ എങ്ങാനും നമ്മളെ വന്നിട്ട് തോണ്ടുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അർബാനയിലെ ആൾക്ക് ഫുഡ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പാപ്പാന്മാർ ഫുഡ് കൊടുക്കുന്ന സമയമാണ്. ചോറാണ് കൊടുക്കണേ കേട്ടോ.
നല്ല വേവിച്ച ചോറ് ഇങ്ങനെ അർബാനയിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തല ആട്ടുന്ന ആളുണ്ടല്ലോ, ആള് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടാ, ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ കേട്ടതുപോലെ എനിക്ക് തോന്നി, എനിക്ക് ശരിക്കും അറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ ഇയാളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ആൾക്ക് കഴിക്കാനുള്ള പട്ട വേറൊരു ആന അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇയാളുടെ സെഷനിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോകണം. കുളി കഴിഞ്ഞു, ആൾ ചോറുണ്ടു, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള പട്ട ഇയാൾ അവിടെ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. ഇനി അവർ ചങ്ങലൊക്കെ ഇട്ടിട്ട് അവിടെ നിർത്തും. ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറയാമെന്ന് പറഞ്ഞില്ലേ, ഇയാളോട് പ്രഗ്നൻ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇത് പെൺകുട്ടിയാണ്. ഇയാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തല ഒന്ന് ആട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ തല ആട്ടുന്നുണ്ട്. എനിക്ക് തോന്നിയതാണ്, ശരിയാണോ എന്നറിയില്ല. ഞാൻ കുറേ തവണ അങ്ങനെ പറഞ്ഞു, തലയൊന്ന് ആട്ടുമോ തല എന്ന് പറയുമ്പോൾ ആളിങ്ങനെ തല ഇങ്ങനെ ആട്ടുന്നുണ്ടേ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് നിർത്തും. പിന്നെ ഞാൻ വീണ്ടും പറയുമ്പോൾ ആൾ അതേപോലെ തല ആട്ടുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാവുന്നത് പോലെ. എനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ കൂടി എനിക്ക് പേടിയുമാണ്. നമ്മളുടെ സമയമല്ലേ, ഏത് സമയത്താണ് നമ്മളെ ഒന്ന് ഓടിക്കാൻ തോന്നുക, അങ്ങനത്തെ ഒക്കെ ഒരു ഡൗട്ട് തോന്നുന്നു എനിക്ക്. പിന്നെ വീണ്ടും ഞാൻ ആളോട് പറഞ്ഞിട്ടാ തലയൊന്ന് ആട്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ വീണ്ടും ഇങ്ങനെ തലയാട്ടി തന്നു. അപ്പോൾ എനിക്ക് നേരത്തെ കണ്ടില്ലേ നമ്മൾ ബൽറാം, പിന്നെ ഇപ്പോൾ കണ്ടില്ലേ ഇവർ രണ്ടുപേരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഞാനൊരു പൊട്ടത്തീനെ പോലെ നിന്നിട്ട് തലയാട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തല ഇങ്ങനെ ആട്ടി തരുന്നുണ്ട്. കണ്ടില്ലേ, കുറേ സമയം ഇവരുടെ രണ്ടുപേരുടെ അടുത്താണ് ഞാൻ കുറേ സമയം ചിലവഴിച്ചത്. എന്തായാലും ഭയങ്കര സന്തോഷമായി. അവിടുന്ന് തിരിച്ച് പോരാനായിട്ട് തോന്നുകയല്ല കേട്ടോ. ഞങ്ങളൊരു ഉച്ച സമയത്ത് പോയിട്ട് വൈകിട്ടാണ് തിരിച്ചു വന്നത്. ഒരു 4:30-5 മണി ആവാറായി. അതുവരെ നമുക്കവിടെ എത്ര സമയം ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരു മടുപ്പ് തോന്നുന്നില്ല, പോവാം എന്നങ്ങനെ തോന്നുന്നില്ല. ഇത് പിന്നെ കുറേ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഡേഞ്ചറസ് ഉള്ള ആനകൾ കുറച്ച് ഒരു ഭാഗങ്ങളിലുണ്ട്. അവർ ഡേഞ്ചറാണ് ഇത്ര. അവരെ കണ്ടോ, മുകളിൽ മണ്ണ് വാരിയിട്ടിട്ട് മണ്ണൊക്കെ പോകുന്നത് കണ്ടോ. അവിടെ നിന്നിട്ട് ചിഹ്നം വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒക്കെ അവിടെ ചിഹ്നം വിളിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഭാഗം തന്നെ ഡേഞ്ചറാണ്, അങ്ങോട്ട് പോവരുത് എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്. മാത്രമല്ല മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ സെക്യൂരിറ്റി ഗാർഡ്സ് ഇങ്ങനെ അവർ ഫോണിൽ കളിക്കുകയാണ്. ഇങ്ങനെ നമ്മളങ്ങനെ നോക്കിയിരിക്കും ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ. പക്ഷേ ഇവരുടെ ഉള്ള ഭാഗങ്ങളിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഭയങ്കര അലേർട്ട്സായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നീങ്ങുന്നുണ്ടോ കുട്ടികളെന്നൊക്കെ നോക്കിയിട്ട് അവർ നല്ല ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു വരാനാവുമ്പോഴേക്കിനും ഒരുപാട് പേര് വന്നു കിട്ടാം. ഇതവരൊക്കെ കുളിപ്പിക്കുകയാണ്. ഇവരെ ഒരു ദിവസം 2 തവണയൊക്കെ ഓസ് അടിച്ചിട്ട് കുളിപ്പിക്കും അത്ര. പിന്നെ ആഴ്ചയിൽ 1 തവണ മാത്രമാണ് തേച്ചെടുത്തിട്ട് നേരത്തെ കണ്ടില്ലേ കുളം, അവിടുന്ന് കുളിപ്പിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും എയർ ഫ്രഷൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയർ ഫ്രഷ് കുടിക്കുന്നുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരെ കണ്ടു. ഒരുപാട് പേർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ സാധിച്ചു. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ആൾക്ക് വെള്ളം കൊടുക്കുകയാണ്. ഈ ആൾ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. ഈ ആൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടുന്ന് ഒരു കിറുകിറൊക്കെ ചെല്ലിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളിങ്ങനെ അവിടെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ബാക്കിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ പോയിക്കോളാൻ പറഞ്ഞു. ഇവർക്ക് ദേഷ്യമാണ് തോന്നുന്നു നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ. ഇവർക്ക് ഡേഞ്ചറായിട്ടുള്ള ആൾക്കാരാണ്. ചോറ് കൊടുക്കുന്നത് കണ്ടില്ലേ, അർബാനയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലേക്കാണ് വേവിച്ച ചോറ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ അവരിങ്ങനെ കഴിക്കുന്നുണ്ട്. കുറേ കാക്കകളും കൊക്കുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അടുത്ത്. ഞാൻ വേസ്റ്റ് പോണതൊക്കെ അവർക്ക് തിന്നാം എന്നുള്ളതിലാവാം. അപ്പോൾ പിന്നെ എന്തോ അർബാനയിൽ അവർ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും മെഡിസിൻ ആവാം, ഒരു പക്ഷെ അറിയില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ നിന്ന സമയത്ത് ഒരു ആന അതുവഴി നടന്നു വരുന്നത് കണ്ടു. ഒരു ചെറിയ ഹൈറ്റൊന്നും ഇല്ലാത്തൊരാളായിരുന്നു. ഈ ആളിപ്പോൾ ഇയാളുടെ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ടോ, നനവുണ്ട് മേല്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾക്ക് കഴിക്കാനുള്ള പട്ട എടുക്കാൻ വന്നതാണ്. വേറെ ആന അവിടെ കൊടുന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതെടുക്കാനായിട്ട് വന്നേക്കാണ് ഇയാൾ. ഇനി അതെടുത്തിട്ട് ആളുടെ സെഷനിലേക്ക് പോവും. പിന്നെ
വേറെ ഒരാന ഇതേപോലെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നടന്നു വരുന്നുണ്ടായിരുന്നേ. ആ ആൾ അധികം ഹൈറ്റൊന്നും ഇല്ലാത്തൊരാളാണ്, പെണ്ണ് തന്നെയാണ് കേട്ടോ. ആളുടെ വാല് ഒന്ന് മുറിഞ്ഞതുപോലെ തോന്നി കേട്ടോ. എന്തെങ്കിലും അപകടം പറ്റിയതാവാനാണ് സാധ്യത, എന്തോന്നറിയില്ല. എന്തായാലും അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായേ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരണ വരവിൽ അവിടുന്ന് ഇറങ്ങി തിരിച്ചു വരണ വരവിൽ 2 മയിലുകളെ കണ്ടു. കാണുന്നില്ല, എന്തായാലും വരണ വരവിൽ ഇപ്പോൾ പലയിടങ്ങളിലും പൂരങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ പൂരത്തിൻ്റെ വലിയ ബ്ലോക്കായി പല സമയമാണ് ഒഴിവാണ് കാണുന്നില്ലാന്ന് കണ്ടപ്പോൾ അവിടുന്ന് വഴി മാറി പോരുകയാണ് ഉണ്ടായത്. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീട്ടിൽ വന്നു. മണ്ടു ബേബിക്ക് രാവിലെ മുതലേ എന്നെ കാണാഞ്ഞിട്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇതായി, സന്തോഷമായി. ഞാൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക ഇഷ്ടമായി കഴിഞ്ഞാൽ. അതേപോലെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് വെച്ചാൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.